സുഹൃത്തുക്കളെ, അലോഷ്യസ് സേവിയർ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശന് ഇനി ഒരു പാരയായി വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ഒരു സംശയം വേണ്ട. കാരണം ഒപ്പമുള്ളത് VM സുധീരനെ പോലുള്ള ആളുകളാണ്. ഭയങ്കര രസകരമാണ് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം. ഒരു 6 മാസത്തിനുള്ളിൽ ഒരുപക്ഷെ VD സതീശന് പടിയിറങ്ങേണ്ടി വരുമോ എന്നുള്ള ചില സംശയങ്ങളെല്ലാം ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ 3ാമത് ചരമദിനമാണ് അല്ലേ? 3ാമത് തന്നെയാണ്. ശരി, ആ ഒരു ചരമദിനത്തിനന്ന് നമ്മുടെ ചാണ്ടി ഉമ്മൻ ആദ്യമൊക്കെ പോസ്റ്റർ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. ആ ഷെയർ ചെയ്യപ്പെട്ട പോസ്റ്ററുകളിലൊന്നിലും VD സതീശ മേനോൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവസാനമായി ഷെയർ ചെയ്യപ്പെട്ട ഒരു പോസ്റ്റിൽ മാത്രമാണ് VD സതീശ മേനോനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്താണ് ഇവർ തമ്മിൽ പ്രശ്നമെന്ന് അറിയില്ല. എന്തായാലും ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായിട്ട് നിന്ന അല്ലെങ്കിൽ നല്ല ആരോപണം ഉന്നയിച്ചിരുന്ന ഒരാൾ തന്നെയാണ് VD സതീശൻ. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലും മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന സമയത്തും VD സതീശൻ ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല. അതെന്തായാലും മറന്നു കാണില്ല ചാണ്ടി ഉമ്മൻ എന്നാണ് തോന്നിപ്പോകുന്നത്. ഇപ്പോഴിതാ KSUവിനെതിരെ ഒരു ആക്ഷേപകരമായിട്ടുള്ള വർത്തമാനം VD സതീശൻ മേനോൻ പറഞ്ഞപ്പോൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലക്സസ് സേവിയർ ശക്തമായി നിലകൊണ്ടിരുന്നു. VD സതീശനെതിരെ പറഞ്ഞിരുന്നു. അതായത് ഇവിടെ ഞങ്ങളെ പിണക്കിക്കൊണ്ടൊരു അധികാരം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നിങ്ങളാരും കരുതണ്ടായെന്ന്. എന്തായാലും VD സതീശ മേനോൻ മുഖ്യമന്ത്രിയാവുന്നതിൽ പ്രശ്നമുണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ പക്ഷേ നമ്മുടെ സുധീരനായിരിക്കാം. രണ്ടാമത്തെ ആള് KC വേണുഗോപാൽ തന്നെയാണ്. എല്ലാവരും കച്ചമുറുക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ ആ ഒരു പരിപാടിക്ക് വെച്ചിട്ട് VM സുധീരൻ നമ്മുടെ സേവിയറിനെ കുറിച്ചൊരു വാക്ക് പറയുന്നുണ്ട്. കേൾക്കണം. ശ്രീ അലോഷ്യസ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എവിടെ അലോഷ്യസ് സേവിയർ സുഹൃത്തുക്കളെ, ആ അലോഷ്യസ് സേവിയറിനെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചയില്ലേ, രാഷ്ട്രീയ കേരളത്തിന് മുന്നോട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന് മുമ്പിലേക്ക് ഒരു നേതാവിനെ കാണിച്ചു തരികയാണ് അലോഷ്യസ് സേവിയർ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാവുന്ന കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ ഇതിനുള്ളിലെ എല്ലാ പുഴുക്കുത്തുകളെയും ശക്തമായി പോരാടുന്ന ഒരാള് എന്ന നിലയ്ക്ക് അലോഷ്യസ് സേവിയറെ മുന്നോട്ട് വെച്ചിരിക്കുന്നു നമ്മുടെ VM സുധീരൻ. എൻ്റെ പിന്മുറക്കാരൻ എന്ന രീതിയിലൊക്കെയാണ് ആ ഒരു അവതരിപ്പിക്കൽ കേട്ടോ. കണ്ടുനോക്കൂ. ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം. അതാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ആരുടെ മുന്നിലും. അവിടെ വേറെ കുറെ ആളുകളൊക്കെ ഇരിക്കുന്ന തല താത്തിക്കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഇരിക്കുകയാണ്. ആരുടെ മുമ്പിലും തല താഴ്ത്താതെ തനിക്ക് പറയാനുള്ള ആർജവമുള്ള മനുഷ്യൻ ഈ ആരുടെ മുന്നിൽ നിന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാവും അത് VD സതീശന് മുമ്പിലും പറയാൻ അദ്ദേഹത്തിന് ആർജവമുണ്ട് എന്നുള്ളതാണ്. തുടർന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും. അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. അതൊന്നും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല. അതൊക്കെ സ്വാഭാവികമാണ്. അതിൻ്റെ പ്രവർത്തന രീതി മാത്രമാണ്. പക്ഷേ ക്ഷമാപൂർവം കാര്യങ്ങൾ ശ്രമിക്കുക, പരിഹാരമുണ്ടാകാൻ ശ്രമിക്കുക. പരിഹാരമുണ്ടായില്ലെങ്കിൽ ക്ഷമാപൂർവം അത് ഉൾക്കൊള്ളുക, അതിനുവേണ്ടി അതിൻ്റെതായ തലത്തിൽ പ്രവർത്തിക്കുക. ഭയങ്കര ഗംഭീരമായ ഉപദേശം നടന്നിട്ടുണ്ട്. ഇന്ന് സേവിയറിന് നമ്മുടെ ആ ഒരു ഇരിപ്പിടത്തിൽ, അതായത് സ്റ്റേജിൽ ഇരിപ്പിടമില്ല. അവസാനം അവൻ ചെയ്യുന്നത് ഒരു കസേര എടുത്തിട്ട് ആ സ്റ്റേജിന് തൊട്ട് താഴെ വെച്ചിരിക്കുകയാണ്. അതൊരു ഇരിപ്പാണ്. KPCC ആസ്ഥാനത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ KSU സംസ്ഥാന അധ്യക്ഷന് ഇരിപ്പിടമില്ല. വേദിക്ക് താഴെ കസേരയിട്ടാണ് അലോഷ്യസ് സേവിയർ ഇരിക്കുന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇരിപ്പിടമില്ലാത്തതോ അതോ ഇരിപ്പിടം കൊടുക്കാത്തതോ? ഇരിപ്പിടമില്ലാത്തതോ അതോ ഇരിപ്പിടം കൊടുക്കാത്തതോ എന്നുള്ളതാണ്. ആരാണത് നിയന്ത്രിച്ചത് എന്നുള്ളതാണ്. സുനിഷ അയ്യൂർ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ ഇത് ഒരു പ്രത്യേക കസേരയാണല്ലോ. വേദിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു കസേര താഴെ അലോഷ്യസ് ഇരിക്കുന്നതും ഒരു വാർത്തയാവുകയാണ്. അലോഷ്യസ് എന്ന് പറയുന്ന ആ ഒരു അലോഷ്യക്ക് അവിടെ സീറ്റ് ഇല്ലാതിരുന്ന് നന്നായി എന്നുള്ളതാണ്. കാരണം ആ ഒരു താഴത്ത് ഇരുന്ന ഒരു സീറ്റുണ്ടല്ലോ, ആ ഒരു കസേര ഉണ്ടല്ലോ, സ്വയം വലിച്ചിട്ടൊരു കസേര ഉണ്ടല്ലോ, അധികാര കേന്ദ്രത്തിലെ ഇരിക്കുന്ന പലരുടെയും കസേരയുടെ മുകളിലേക്ക് വലിച്ചിട്ടൊരു കസേരയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ആളുകൾക്ക് അത് തോന്നിപ്പോകുന്നത്. അപമാനിക്കപ്പെടും തോറും ചില ആളുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കും. എന്തായാലും ഇനി KC വേണുഗോപാലിനെ നിങ്ങൾ കേൾക്കണം. കേരളത്തിന് മുഖ്യമന്ത്രി ആവണമെന്ന് കച്ച കിട്ടിയിരുന്ന മനുഷ്യനാണ്. കേൾക്കൂ.
ഞാൻ KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ KSU പ്രവർത്തകർക്ക് സന്തോഷകരമല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നടന്നിട്ടുണ്ടാവുമായിരിക്കും. അവരുടെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ അതിനെ പരിശ്രമിക്കാൻ പാർട്ടി ശ്രമിക്കും, ഗവൺമെന്റ് ശ്രമിക്കും എന്ന് തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മളെ പാർട്ടി പ്രവർത്തകർക്ക് മനോവിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ആരും ചെയ്യുന്നതാണ് എൻ്റെ. ഓക്കെ, പാർട്ടി പ്രവർത്തകർക്ക് വിഷമം ഉണ്ടാകുന്ന സംഗതികൾ ആരും ചെയ്യരുത്. അപ്പൊ അത് ചെയ്തത് ആരാ? VD സതീശൻ മേനോൻ. അപ്പൊ 3 ആളുകളായി: VM സുധീരൻ, KC വേണുഗോപാൽ, ഒപ്പം തന്നെ അലോഷിയും. ആ സിനിമത്തെ ഡയലോഗ് ഓർമ്മ വരുന്നു. അലോഷി, നീ കമ്മ്യൂണിസ്റ്റ് ആണോ? ഇനി അവഗണിക്കുന്ന ദൃശ്യം കാണണ്ടേ? ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം. അവഗണിച്ചു പോകുന്നൊക്കെ കണ്ടില്ലേ അല്ലേ? അവ സുഹൃത്തുക്കളെ, ബൈ.